എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 23 ശ്ലോകം 34, 35, 36, 37, 38 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. വിപ്രപത്നികള് മടങ്ങിപ്പോയി അവരുടെ ഭർത്താക്കന്മാരുടെ സമീപത്ത് ചെന്ന് ചേരണതിന് മുമ്പ് ആ ഭക്തി ഇല്ലാത്ത ആ ഭക്തിശൂന്യരായിട്ടുള്ള വിപ്രന്മാർക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഈ ശ്ലോകത്തില് വിവരിക്കുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഹസതാം പുരതോ മമ. ശ്ലോകം 34. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രൈകാ വിധൃതാ ഭർത്ര ഭഗവന്തം യഥാശ്രുതം ഹൃദോപഗുഹ്യ വിജഹൗ ദേഹം കർമാനുബന്ധനം. ശ്രീകൃഷ്ണനെ കാണാനായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് എല്ലാ സ്ത്രീകളും പോയി. അത് കണ്ടപ്പോ ഒരു ഗൃഹിണി ഭഗവാനെ കാണാനുള്ള ബദ്ധപ്പാടോടെ പുറപ്പെട്ടു. അത് നടക്കാൻ തന്നെ കുറച്ച് വിഷമമുണ്ട് ആ അമ്മയ്ക്ക്. അപ്പോഴാണ് അവരുടെ ഭർത്താവ് അവരെ പോവാൻ സമ്മതിക്കാതെ തടുത്താണ്ട് നിർത്തി ആ ഒരു മുറിയിലേക്ക് അങ്ങോട്ട് കയറ്റി അടച്ചിട്ടു. ഉടനെ അവള് ആ അമ്മ തന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റില്ല ഇനി അല്ലേ ഭഗവാനെ. വല്ലാത്ത വിഷമത്തോടു കൂടിയിട്ട് ഭഗവാനെ കാണാൻ സാധിക്കാത്തതായ ക്ലേശത്തോടു കൂടി ഭഗവാന്റെ രൂപവിശേഷങ്ങൾ അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ദൃഢമായിട്ട് അങ്ങോട്ട് ധ്യാനിച്ചു. എല്ലാവരും വർണ്ണിച്ചിട്ടുണ്ടല്ലോ ഭഗവാന്റെ രൂപം. അതങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ധ്യാനിച്ചു. അപ്പോ ആ അമ്മയുടെ ഹൃദയത്തില് ഭഗവാൻ അങ്ങനെ സുസ്പഷ്ടമായിട്ട് അങ്ങോട്ട് പ്രകാശിച്ചു. ആ സ്വരൂപത്തോട് കൂടിയിട്ട് ആ അമ്മ അങ്ങോട്ട് യോജിക്കുകയും ചെയ്തു. ഇനി ഈ മൂഢനായിട്ടുള്ള ഭർത്താവിനോട് യോജിച്ചിരിക്കണം എന്താ? അങ്ങനെ ഒരു കർമ്മം ഉണ്ടായിരുന്നു അവർക്ക്. അത് അങ്ങനെ ഉള്ള അവരുടെ ആ ദേഹത്തെ ക്ഷണം അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇനി ഇതിനോടുകൂടി യോജിച്ചിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ദേഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഭഗവാൻ ആ ശരീരത്തെ ആ ആത്മാവിനെ ഭഗവാൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു. സായുജ്യ മുക്തി കൊടുത്തു ആ അമ്മയ്ക്ക്. പുനരാവൃത്തിരഹിതമായ സായുജ്യം ആ അമ്മയ്ക്ക് സിദ്ധിച്ചു എന്ന് സാരം. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തൽഭാവഭാവിതം യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം എന്ന് ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ച അനുസരിച്ച് ആ ഭഗവത് രൂപ ധ്യാനത്തോടുകൂടി ദേഹത്യാഗം ചെയ്ത ഈ പരമഭക്ത ഭഗവാനോട് സായുജ്യം പ്രാപിച്ചു. അപ്പോഴാണ് ആ കർമ്മഠന്മാരായ വിപ്രന്മാർക്ക് ഭഗവാന്റെ മഹാത്മ്യം കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലായത്. അതുകൊണ്ട് എന്താ ഭഗവാന്റെ അരികത്ത് വന്ന് മടങ്ങിച്ചെന്ന ആ സ്ത്രീകളോട് അവരുടെ ഭർത്താക്കന്മാരും മറ്റും ദേഷ്യപ്പെടാതിരിക്കാൻ കാരണം അതാണ്. അവർക്ക് ദേഷ്യപ്പെടാൻ തോന്നിയില്ല. അവര് ഭാഗ്യവതികളാ. ഭഗവാനെ കാണാൻ ഇത്രയും മഹിമയുള്ള ഭർത്താവിനെ ഭഗവാനെ കാണാനല്ലേ അവര് പോയത്. അവർക്കാണ് ഭാഗ്യം. നേരിച്ച് അവര് ആദരപൂർവ്വം സ്വീകരിക്കുക ചെയ്തത്. ദേഷ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല ആദരപൂർവ്വം അവരെ സ്വീകരിച്ചു. പിന്നെതാ പറയണു, ഭഗവാനപി ഗോവിന്ദ തേനൈവാന്നേന ഗോപകാൻ ചതുർവിധേനാശയിത്വാ സ്വയം ച ഉഭുജേ പ്രഭു. ശാലയില് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വിപ്രപത്നികൾ പോയ ശേഷം ഭഗവാൻ എന്തു ചെയ്തു? പശുക്കളെ മേച്ചുകൊണ്ടിരിക്കണവനാണെങ്കിലും ചരാചരങ്ങളെയും തന്റെ ശക്തി കൊണ്ട് സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന മഹാപ്രഭുവായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ വിപ്രപത്നികളുടെ ഭക്തി മഹാത്മ്യ നിമിത്തം അവരിൽ പ്രസന്നനായി. അപ്പൊ അവര് കൊണ്ടുവന്ന ആ ചതുർവിധമായ അന്നം എല്ലാവരും ഇതാ കഴിച്ചോളൂ, എന്തൊരു സ്വാദാ അവരുടെ ഭക്ഷണം, ആ വിപ്രപത്നിമാരുടെ കഴിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്ത് താനും ഭുജിച്ചു. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രേതാത്മനം. എന്റെ ഭക്തൻ എനിക്ക് നൽകുന്ന പത്ര പുഷ്പ ഫലാദികളെ ഞാൻ അനുഭവിക്കും എന്നുള്ള പ്രതിജ്ഞ ഭഗവാൻ ഇത് ഇങ്ങനെ വെളിപ്പെടുത്തി എല്ലാവർക്കും മനസ്സിലാവാൻ പാകത്തിൽ. ഭഗവാൻ അത് സന്തോഷത്തോടു കൂടി ഭുജിച്ചു. ഏവം ലീലാ നരവപു
ത്രിലോകമനുശീലയൻ രേമേ ഗോപഗോപീനാം രമയൻ രൂപവാകൃതൈഹി. ഇങ്ങനെ വിപ്രപത്നികളെ അനുഗ്രഹിച്ച ലീലാവതാരമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യലോകത്തിന് ഉചിതമായ കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് രൂപമാധുര്യത്താലും മനോഹര വാക്യങ്ങളാലും അപ്രാകൃത വ്യാപാരങ്ങളാലും ഗോക്കൾക്കും ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും തന്നിൽ പ്രേമാതിശയം വർദ്ധിപ്പിച്ചുകൊണ്ട് രമിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അനേകം ഗോപികളെ സ്വീകരിച്ച ഭഗവാൻ ആ വിപ്രപത്നികളെ ആ നിലയിൽ സ്വീകരിക്കാതെ തന്നെ കൃതാർത്ഥകളാക്കി തീർത്തു അല്ലെ. അവരെ അനുഗ്രഹിച്ചയച്ചു. അതും മനുഷ്യലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെയുള്ള ദാമ്പത്യ ജീവിതം ഭഗവാൻ അവരെ സ്വീകരിച്ച് ഇരിക്കാൻ പാടില്ലല്ലോ, ആ ബ്രാഹ്മണ സ്ത്രീകളെ. അത് ലോകത്തിലുള്ളവര് ശരിയല്ല എന്ന് പറയില്ലേ. അപ്പൊ ലോകത്തിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിപ്രപത്നിമാര് ഭഗവത് സന്നിധാനത്തിൽ വന്നപ്പോ മടക്കി വെച്ചു. അത് മനുഷ്യലോകത്തിന് ധർമ്മം പ്രകാശിപ്പിക്കാനാണ്. അപ്പൊ ഗോപസ്ത്രീകളെ സ്വീകരിച്ചതോ അത് തന്റെ നേർക്കുള്ള അവരുടെ അദൃശ്യമായ ആ രാഗാവൃത്തിയെ പരിഹരിച്ച് ശുദ്ധഭക്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗോപസ്ത്രീകളെ ഭഗവാൻ സ്വീകരിച്ചത് എന്നും ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥാ അനുസ്മൃത്യ വിപ്രാസ്തേ അന്വതപ്യൻ കൃതാഗസ യത് വിശ്വേശ്വരയോർയാജ്ഞാമഹന്മ ദ്രുവിഡംബയോഹോ. ഭക്തകളായ ആ പത്നികളോടുണ്ടായിട്ടുള്ള സംസർഗ നിമിത്തം അവരുടെ ഭർത്താക്കന്മാർക്കും ക്രമേണ ഭക്തി ഉണ്ടായി. നമ്മുടെ ഭാര്യമാര് എത്ര ഭാഗ്യവതികൾ. അതുകൊണ്ട് നമ്മൾക്കും കൂടി അതിന്റെ ഗുണം കിട്ടി. ഭഗവാന്റെ നമ്മള് ചെയ്തില്ലല്ലോ, ഭഗവാന് ആ അന്നം കൊടുത്തില്ലല്ലോ നേരിട്ട് വന്നിട്ടും. പക്ഷെ നമ്മുടെ ഭാര്യമാരത് ചെയ്തു. അതുകൊണ്ട് നമുക്കും കൂടി അതിന്റെ പുണ്യം കിട്ടും എന്നാണ് അവര് വിചാരിച്ചത്. അവർക്കും കൂടി ഭക്തന്മാരായി അവരും കൂടി. നമ്മള് മഹാപാപികളും വലിയ അപരാധം ചെയ്തവരുമാണ് അവര് വിചാരിക്കുക. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനാട്യം അനുസരിച്ച് വന്ന ഈ ലോകനാഥന്മാരായ ആ ബലരാമനും ശ്രീകൃഷ്ണനും ഞങ്ങളോട് അന്നം യാചിച്ചിട്ട് നമ്മൾ ധിക്കരിച്ചില്ലേ അവരെ. അവർക്ക് അന്നം കൊടുക്കാനായി നമുക്ക് സിദ്ധിച്ച അവസരം നമ്മൾ ദുഷിപ്പിച്ചു കളഞ്ഞു. പക്ഷേ നമ്മുടെ ഭാര്യമാരത് ചെയ്തൂല. സന്തോഷം എന്ന് അവര് പറയും. ദൃഷ്ട്വാ സ്ത്രീണാം ഭഗവതി കൃഷ്ണേ ഭക്തിമലൗകികം ആത്മാനം ച തയാഹീനം അനുതപ്ത വ്യഗർഹയൻ. നമ്മുടെ ഈ സ്ത്രീകൾക്ക് പഠിപ്പില്ല, കർമാധികാരമില്ല, വേദമില്ല, ഒന്നുമില്ല. പക്ഷേ സകല പാപഹരനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനിലുള്ള ഈ അത്യുൽക്കട ഭക്തി, ഞങ്ങൾക്ക് ഇതുപോലെ ഭക്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് അവര് പശ്ചാത്താപ വിവശരായി എന്നാണ് പറയണത്. അവർക്ക് പശ്ചാത്താപം തോന്നി, ഞങ്ങളുടെ ഭാര്യമാരുടെ പോലെയുള്ള ഭക്തി ഞങ്ങൾക്ക് ഇല്ലല്ലോ. അങ്ങനെ അവരെ തന്നെ നിന്ദിച്ചു എന്നാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ